ഹലോ പ്ലസ് വൺ കുട്ടികളെ, നാളെയാണ് നമ്മുടെ പ്ലസ് വൺ മലയാളം എക്സാം തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ മലയാളം പരീക്ഷ എഴുതുമ്പോൾ ഈ പറയുന്ന പോയിൻറ്സും കൂടി വെച്ച് എഴുതുക. അപ്പോൾ നിങ്ങൾ മാർക്ക് ഇരട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ പാഠത്തിനെയും നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതേണ്ട പോയിൻറ്സ് പറയാം. പോയിൻറ്സ് മാത്രമാണ് പറയുന്നത്. ആ പോയിൻറ്സ് നിങ്ങൾ പഠിച്ച് എഴുതുന്നതിന് കൂടെ ചേർക്കുക. അപ്പം നാളത്തെ പരീക്ഷ ഓർത്താനും പേടിക്കേണ്ട, നല്ല പരീക്ഷയായിരിക്കും. അപ്പം അത് തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനമാണ്. നിത്യഹരിത സ്നേഹത്തിൻ്റെ വക്താവായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിതയാണ് സന്ദർശനം. പ്രണയാനുഭവത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരം. പിരിഞ്ഞുപോയ കാമുകിയെ പിന്നീടൊരിക്കൽ ഒരു സന്ദർശന മുറിയിൽ വെച്ച് കാണുന്നു. പ്രണയത്തിൻ്റെ ഒരു സുവർണ്ണകാലം അവർക്കുമുണ്ട്. അടുത്തത് KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ്. മലയാളത്തിലെ സ്ത്രീപക്ഷവാദിയായ ചെറുകഥാകൃത്ത്, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകിയ എഴുത്തുകാരി. ആദ്യം വൃദ്ധയോട് വെറുപ്പ് തോന്നുകയും പിന്നീട് ആദരവ് തോന്നുകയും ചെയ്തു. വൃദ്ധയുടെ ഞരമ്പ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. താനും വൃദ്ധയെപ്പോലെ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അടുത്തത് NA നസീറിൻ്റെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരാണ്. പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫറാണ് NA നസീർ. കേരളത്തിലെ കാടുകളിലൂടെ അദ്ദേഹം നടത്തിയ യാത്രകളുടെ ആവിഷ്കാരമാണിത്. വേരുകൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. അടുത്തത് TP രാജീവൻ്റെ മത്സ്യമാണ്. ഉത്തരാധുനിക കവിയായ TP രാജീവൻ തയ്യാറാക്കിയ കവിതയാണിത്. ചെറു ജീവികളുടെ നിലനിൽപ്പാണ് ആശയം. പ്രശ്നങ്ങളോട് പൊരുതേണ്ടതിൻ്റെ പ്രാധാന്യം കാണിക്കുന്നു. അടുത്തത് കായലരികത്ത് P ഭാസ്കരൻ്റെ. പ്രണയാഭ്യർത്ഥന, മാപ്പിളപ്പാട്ടിൻ്റെ രീതി, ചായക്കടയിൽ മീൻപിടുത്തക്കാരൻ പാടുന്നു, കേരളീയത നിറഞ്ഞു നിൽക്കുന്ന വരികൾ. അടുത്തത് OK ജോണിയുടെ സിനിമയും സമൂഹവും. ജനപ്രിയ സിനിമകൾ എങ്ങനെ മനുഷ്യരെ സ്വാധീനിക്കുന്നു. ഒരേ പ്രമേയം, ഒരേ കഥാപാത്രങ്ങൾ, കുടുംബ കേന്ദ്രീകൃത വ്യവസ്ഥ, ശുഭകരമായ അവസാനം, സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതാണ് നല്ല സിനിമ. അടുത്തത് വിജയകൃഷ്ണൻ്റെ കളവ് ബോയ് സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും. ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയെപ്പറ്റി എഴുതിയ ലേഖനമാണിത്. ദരിദ്രനായ റിച്ചിയുടെ ജീവിതം കാണിക്കുന്നു, സാമൂഹ്യ പ്രശ്നങ്ങളെ കാണിക്കുന്നു, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, നിസ്സഹായത, അന്ധവിശ്വാസം. അടുത്തത് ബാബു കാമ്പ്രത്തിൻ്റെ കൈപ്പാട്. പ്രകൃതിയെ സൂക്ഷ്മമായി ഒപ്പിയെടുത്ത ഡോക്യുമെൻ്ററി. പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധം. കൈപ്പാട് നിലങ്ങൾ നിലനിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം. അടുത്തത് ഗീതു മോഹൻദാസിനെ കേൾക്കുന്നുണ്ടോ. സാമൂഹ്യ പ്രസക്തിയുള്ള ഹ്രസ്വചിത്രം. ശബ്ദങ്ങളിലൂടെ ലോകത്തെ തിരിച്ചറിയുന്നു. നഗരവൽക്കരണം, വികസനം മൂലം നശിക്കുന്ന ഭൂമി. അടുത്തത് മൂന്നാമത്തെ യൂണിറ്റിലോട്ട് പോവാണ്. കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ. MN വിജയൻ. കവിത എങ്ങനെ ആവണമെന്ന് പറയുന്നു. കവിതയുടെ ഗുണം. അടുത്തത് ഊഞ്ഞാലിൽ വൈലോപ്പിള്ളി. കുടുംബത്തിൻ്റെ ആർദ്രത, ദാമ്പത്യത്തിൻ്റെ അവസാനത്തിൽ സ്നേഹം അതിൻ്റെ തീവ്രതയിലെത്തുന്നു. ഗ്രാമീണ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ്, തിരുവാതിര രാവ്. അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷം. മരണം, പ്രണയം, പ്രകൃതി. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷമാണ് ജീവിതം. മറ്റുള്ളവരെ നാം സന്തോഷിപ്പിക്കണം. അടുത്തത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ലാത്തിയും വെടിയുണ്ടയും. അഗ്നിസാക്ഷിയിലെ 12ാം അധ്യായം. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ജീവിതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലം. തങ്കം സ്വാർത്ഥ മക്കൾക്കായി ജീവിച്ചു. ദേവകി സന്യാസി, ത്യാഗജീവിതം. അടുത്തത് നാലാമത്തെ പാഠഭാഗത്തിലോട്ട് പോവുകയാണ്. നാലാമത്തെ യൂണിറ്റിലേക്ക്. പീലിക്കണ്ണുകൾ ചെറുശ്ശേരി. കൃഷ്ണഗാഥയിലെ ഭാഗം. കംസവധത്തിന് ശേഷമുള്ള പശ്ചാത്തലം. നന്ദഗോപരോടും യശോദയോടുമുള്ള സ്നേഹം. തൻ്റെ മാതാപിതാക്കളെ മറക്കില്ല. അടുത്തത് അനുകമ്പ. ശ്രീനാരായണ ഗുരു. എല്ലാവരോടും അനുകമ്പ കാണിക്കണം. ഈശ്വരചിന്തയും അനുകമ്പയും ചേർന്നാൽ മനുഷ്യൻ ഉത്തമനാവും. അറിവില്ലായ്മ അനുകമ്പ ഇല്ലാതാക്കുന്നു. അടുത്തത് മൊയ്തീൻ മാല ഗാസി മുഹമ്മദ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി എന്ന സൂഫി ശ്രേഷ്ഠൻ്റെ ജീവിതം കാണിക്കുന്നു. അടുത്തത് വേങ്ങൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസന വികൃതി. ഇക്കണ്ട കുറുപ്പ് എന്ന കള്ളൻ്റെ ജീവിതം കാണിക്കുന്നു. സ്വന്തം വിഡിത്തം കാരണം പിടിക്കപ്പെടുന്നു. അടുത്തത് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം. സ്ത്രീപക്ഷ രചന, സ്ത്രീകളുടെ ദയനീയാവസ്ഥ. അടുത്തത് KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ. അമ്മയും മകനും തമ്മിലുള്ള ആർദ്രബന്ധം, മാതൃവാത്സല്യം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പോയിൻറ്സൊക്കെ നിങ്ങൾ വികസിപ്പിച്ച് നാളത്തെ എക്സാമിന് എഴുതുകയാണെങ്കിൽ മാർക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നാളത്തെ എക്സാമിനെ കുറിച്ച് അവർക്ക് ആരും പേടിക്കേണ്ട. നാളെ നല്ലൊരു എക്സാം ആയിരിക്കും. നമ്മുടെ മലയാളം എക്സാം സിമ്പിളായിരിക്കും എന്നതിന് ഞാനും വിശ്വസിക്കുന്നു. ഞാനും നിങ്ങളെപ്പോലെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പം നാളത്തെ എക്സാം കഴിഞ്ഞ് കാണാം.